नमस्ते दोस्तों, हिंदी वर्ल्ड में आप सबका फिर से स्वागत है. 1/10/2024 നടന്ന JLTയുടെ OMR ടെസ്റ്റിന് ശേഷം ഓരോ ജില്ലകളിലേക്കുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നിലവിൽ നമുക്കറിയാം എല്ലാവരും ഷോർട്ട് ലിസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഷോർട്ട് ലിസ്റ്റിൽ ഇവിടെ കൃത്യമായ ഓർഡറിൽ മാർക്ക് വൈസ് ആയിട്ട് ലിസ്റ്റല്ല വരിക, പകരം അതിലുൾപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ രജിസ്റ്റർ നമ്പർ മാത്രമായിരിക്കും വരിക. ലിസ്റ്റ് വന്നതിന് ശേഷമുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യം ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അപ്പോൾ ഇതിന് ശേഷമുള്ളത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ്. അതായത് ഇപ്പോൾ നമ്മൾ നിലവിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നവരെല്ലാം തന്നെ വേണ്ട സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവയുമായിട്ട് ചെന്ന് ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ചെന്ന് PSC ഓഫീസിൽ നമ്മൾ വെരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട്. ഇനി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ ഡേറ്റൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിലെ അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതായിരിക്കും. അങ്ങനെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ശേഷം പിന്നെ ഇൻ്റർവ്യൂ, പിന്നെ റാങ്ക് ലിസ്റ്റ്, അങ്ങനെയാണ് ഈ ഒരു ഓർഡർ. അപ്പോൾ ഇനി ഉടനെ തന്നെ മറ്റു ഷോർട്ട് ലിസ്റ്റൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം നമുക്ക് ഇൻ്റർവ്യൂ ഉള്ള പോസ്റ്റാണെങ്കിൽ അതിന് വേണ്ടി ഇൻ്റർവ്യൂ നടക്കും. അപ്പോൾ JLTയിലൊക്കെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരാറുണ്ട്. സാധാരണയായി 2 മാസത്തിനുള്ളിൽ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരേണ്ടതാണ്. ഡിസ്ട്രിക്റ്റ് വൈഡായിട്ടുള്ള പോസ്റ്റാണ് അപ്ലൈ ചെയ്തേക്കുന്നതെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിൽ വെച്ചായിരിക്കും ഇൻ്റർവ്യൂ നടക്കുക അവിടുത്തെ PSC ഓഫീസിൽ. നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും അതിൻ്റെ വെന്യൂ ഇതെല്ലാം വരുന്നത് നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നില്ലേ, ആ ഭാഗത്തായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ ഉണ്ടാവുക. ഇതുപോലെ JLTയുമായി ബന്ധപ്പെട്ട് മറ്റു ഷോർട്ട് ലിസ്റ്റുകൾ വരുന്നതും മറ്റ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എല്ലാം അറിയുന്നതിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.